ഓം ശ്രുതിസ്മൃതിഃ പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാപരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹ. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുശുണ്ഡിം ശിര ശംഖം സംദധിം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളിയാം യാമസ്തു സ്വപിദേഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ശ്രീ മഹാദേവി നാമത്തെക്കുറിച്ച് ചിന്തിക്കാം. പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാണ്? പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങള് അല്ലെ? പഞ്ചതന്മാത്ര. ഇപ്പോ സായകങ്ങൾ എന്ന് പറഞ്ഞ ആയുധങ്ങൾ എന്നുള്ള അർത്ഥം. ഇതിന്ന് ആ സായകം എന്ന് പറഞ്ഞ ആയുധങ്ങൾ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ആയുധങ്ങളാണ്. അതെടുത്തിട്ടാണ് പ്രയോഗിക്കുന്നത്. എന്താണ് റെപ്രസെന്റേഷൻ? ആലോചിച്ചു. എത്ര മഹനീയമായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് വാഗ്ദേവതമാര് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ചിന്തിക്കാവുന്നതാണ്. പഞ്ചതന്മാത്ര സായക. സായകങ്ങള് ആയുധങ്ങൾ പഞ്ചതന്മാത്രകളാണ്. പഞ്ചതന്മാത്രകളാണ് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം അല്ലെ? ഇതും പഞ്ചേന്ദ്രിയങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ട്. അതാണ് ചിന്തിക്കേണ്ടത്. പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും തമ്മിൽ ഇനിയാണ് ഈ രണ്ട് നാമങ്ങളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. മനോരൂപേക്ഷു കോദണ്ഡയും അടുത്ത് വരുന്ന പഞ്ചതന്മാത്ര സായക എന്നുള്ള നാമവും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയേണ്ടുന്നത്. ഇപ്പൊ ഈ പഞ്ചതന്മാത്രകളാണ് ആയുധങ്ങൾ. അത് ഈ കോദണ്ഡത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും അത് വളയ്ക്കാം. ആ വില്ല് ഏറ്റവും കൂടുതൽ വളയുന്നുവോ അത്ര സ്പീഡില് അമ്പ് പോവുകയും ചെയ്യും. ഈ ആയുധം എന്നുള്ളത് ഈ പഞ്ചതന്മാത്രകളാണ്. അത് മനസ്സിൽ നിന്നാണ് അത് ഉണ്ടാവുന്നതും അല്ലെ? അല്ലെ ഈ നമ്മളെ ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്നത് മനസ്സാണല്ലോ അല്ലെ? ശബ്ദം എന്നുള്ളത് അത് ആസ്വദിക്കുന്നത് ഏതാണ്? ചെവിയാണ് അല്ലെ? ഇപ്പൊ ശബ്ദം എന്ന ആ അമ്പ് ഈ കോദണ്ഡത്തിൽ നിന്ന് വലിച്ചു വിടുകയാണെന്ന് മനസ്സാകുന്ന അതാണ് മനോരൂപേഷു കോദണ്ഡയാണ്. ചിന്തിക്കേണ്ടതാണ്. ഇപ്പോ ഇതിടെ ശബ്ദം എന്ന അതൊരു ആയുധമായിട്ടാണല്ലോ പറയുന്നത്. പഞ്ചതന്മാത്ര സായകാണ്. അപ്പോ ശബ്ദം എന്ന ആയുധം അല്ലെങ്കിൽ ആ അമ്പ് ഈ കോദണ്ഡത്തിൽ നിന്നും അയക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ. അപ്പോ നല്ല രീതിയിലുള്ളതായിരിക്കണം അതല്ലേ? നല്ല ആ ശബ്ദത്തിന്റെ നല്ലത് കേൾക്കാനും അതായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. ശബ്ദത്തിന് ഏതായിട്ടാണ് ബന്ധം? കാതിനായിട്ടാണ് അല്ലെ? അപ്പോ നല്ല ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് നല്ലത് വരിക. വേണ്ടാത്തതൊക്കെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിനെ നിയന്ത്രിക്കേണ്ടത്, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഏത് കേൾക്കണം? ചെവി എന്ന ഇന്ദ്രിയത്തിനോട് നമ്മളുടെ മനസ്സ് പറയുന്നത് ഇന്നത് കേക്ക് ഇല്ല ഇന്നത് കേൾക്കണ്ട. മനസ്സിലാവുന്നു? അതായത് പഞ്ചേന്ദ്രിയങ്ങളെ ഇൻസ്പിറേറ്റ് ചെയ്യുന്നത്, പ്രചോദിപ്പിക്കുന്നത് ആ മനസ്സാണ്. ഇപ്പോ ഇവിടെ പഞ്ചതന്മാത്ര
ങ്ങളാണ്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് ഇതിലെ ആയുധങ്ങൾ എന്നുള്ളത്. അയക്കുന്നത് ഇതിൽ വെച്ചിട്ടാണ്? ഇക്ഷു കോദണ്ഡത്തിൽ വെച്ചാണ് അല്ലെ? ആ കരിമ്പ് വില്ലിൽ നിന്നാണ് അയക്കുന്നത്. അത് മനസ്സിന്റെ പ്രതീകവുമാണ്. അപ്പൊ ഇവിടെ ഇനി വേറൊന്ന് നോക്കാം, സ്പർശം എടുക്കാം. അടുത്ത പഞ്ചതന്മാത്ര രണ്ടാമത്താണ് സ്പർശം എന്നുള്ളത്. അത് ത്വക്കിനെയൊക്കെ ബാധിക്കുന്നതാണ് അല്ലെ, സ്പർശം എന്നൊക്കെ പറഞ്ഞാല്. അപ്പോ ഇവിടെ എന്താണ്? അത് തൊലിയായിട്ട് ബാധിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്താണ്? രൂപം എന്നുള്ളതാണ്. ശബ്ദ സ്പർശ രൂപം എന്നുള്ളത്. അപ്പോ രൂപം എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ, അതേതാണ് നമ്മളെ പഞ്ചേന്ദ്രിയ കണ്ണ് അല്ലെ? അപ്പോ ഈ രൂപം എന്നുള്ള ആ പഞ്ചതന്മാത്ര ആയതില് ആ രൂപം എന്നുള്ള ആ അമ്പ് ഈ വില്ലിൽ നിന്ന് തൊടുത്തു. മനസ്സാതിന് കാരണക്കാരൻ അല്ലെ? അത് ഇപ്പൊ നമ്മൾ അതിനെ നിയന്ത്രിക്കണം. എന്നത് കാണണം, ഇന്നത് കാണണ്ട. അല്ലെങ്കിൽ ഭദ്രം കർണേഭി ശൃണുയാമദേവ എന്നാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭദ്രമായിട്ടുള്ളത് നല്ല നല്ല കാര്യങ്ങൾ കാണുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ. ഭദ്രം കർണേഭി ശൃണുയാമദേവാണ്. നല്ല കാര്യങ്ങൾ കാണട്ടെ, അല്ല കേൾക്കട്ടെ എന്റെ കാതുകള്. ഭദ്രം കർണേഭി ശൃണുയാമദേവ, ഭദ്രം പശ്യേമാക്ഷഭീര്യജത്ര, നല്ലത് കാണട്ടെ എന്റെ കണ്ണുകൾ. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അടുത്ത ശബ്ദ സ്പർശ രൂപ രസഗന്ധ അടുത്ത രസമാണ്. ആ രസം എന്നുള്ള ആ ആയുധം അത് ഇതിൽ വില്ലിൽ വെച്ച് അങ്ങോട്ട് പ്രയോഗിക്കാന്ന് വിചാരിക്കും. അപ്പൊ എവിടെയാണ്? നാക്ക് എന്നതിനെയാണ്. അപ്പൊ ഏത് നാക്ക് കൊണ്ട് സംസാരിക്കാം, രുചി അറിയാം അല്ലേ? അതുകൊണ്ടാണ് രസനേന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. ഈ നാക്ക് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ പഞ്ചതന്മാത്രകളാകുന്ന ആയുധങ്ങൾ കൊണ്ട് തോന്നിയ മാതിരിയൊക്കെ അയച്ചു വിട്ടാൽ അത് പ്രശ്നമാകും എന്ന് നമ്മൾ അറിയണം. ഇതൊക്കെ ഒരു പാഠമാണ് ഈ ലളിതാ സഹസ്രനാമത്തിൽ നിന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ഗന്ധം എടുത്തു നോക്കൂ. ശബ്ദസ്പർശ രൂപരസഗന്ധത്തിലെ ഗന്ധം, അത് നല്ല മണം, സുഗന്ധം. അത് നാസികയാണ്, മൂക്കാണ് അതിനെ ആസ്വദിക്കുന്നത് അല്ലെ? അപ്പൊ നല്ലത് എന്താണ്? നല്ല സൗരഭ്യം നമ്മൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കണം നമ്മളുടെ ഈ ഗന്ധം എന്നുള്ള ആ പഞ്ചതന്മാത്രയെ നമ്മൾ ഉപയോഗിക്കും. നല്ലത് മണക്കാൻ നമ്മൾ ശ്രമിക്കണം. ചീത്തതിനെ മണക്കാൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് നാമങ്ങളും മനോരൂപേക്ഷു കോദണ്ഡ എന്നുള്ളതും പഞ്ചതന്മാത്ര സഹായക എന്നുള്ള നാമഭേദ്യമായിട്ട് ബന്ധമുള്ള നാമമാണ് എന്ന് പറയാം. അത് ഒരുപാട് റെപ്രസെന്റേഷൻ ഒക്കെയുള്ള ഇതാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ രാഗത്തിനും ക്രോധത്തിനും കാരണം എന്താണ്? സ്നേഹം ഉണ്ടാവാനും ദേഷ്യം ഉണ്ടാവാനും എന്താ? മനസ്സിന്റെ പ്രവർത്തനമാണ് എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദേഷ്യം ഉണ്ടാവലും സ്നേഹം ഉണ്ടാവലും ഒക്കെ മനസ്സിൽ നിന്നാണ്. ഇത് രണ്ടും നമ്മളെ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒരേ ആളിൽ നിന്ന് തന്നെ ഒരേ മനസ്സാണ് അത് സൃഷ്ടിക്കുന്നത്. രാഗവും എന്ത് വേണം നമ്മൾ തീരുമാനിക്കണം. മനസ്സിന്റെ പ്രേരണ അനുസരിച്ചാണ് ഈ പഞ്ചതന്മാത്രകളൊക്കെ പ്രവർത്തിക്കുന്നത്. മനസ്സിന്റെ പ്രേരണ അനുസരിച്ചാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടെ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിലൊരു ഈ ഭഗവത്ഗീതയില് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, 2-ാം അധ്യായം തോന്നുന്നു, ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോപി ജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്? ധ്യായതോ വിഷയാൻ പുംസ, നമ്മൾ മനസ്സില് അതാണ് പറയുന്നത്, നല്ല ആഗ്രഹങ്ങളായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ധ്യായതോ, ചിന്തിച്ചാൽ തന്നെ അത് നേടിയെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്നാണ്. സംഗാത് സഞ്ജായതേ കാമ, അതിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നു. ചിന്തിച്ചാൽ തന്നെ ആ ആഗ്രഹം നേടിയെടുക്കണം എന്ന് നമ്മളെ പ്രേരിപ്പിക്കും. ഇതിന് മെയിനായിട്ട് കാരണം മനസ്സ് തന്നെയാണ്. അപ്പോ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കാമാത് ക്രോധോപിജായത് അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം
ആഗ്രഹിച്ചു, അത് നേടിയിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വിചാരിക്കുക, അത് നേടിയില്ല, നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അതിൽ നിന്നും ക്രോധമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. കാമാത് ക്രോധോഭിജായത്തെ, ക്രോധാത് ഭവതി സമ്മോഹ എന്നാണ്. ക്രോധത്തിൽ നിന്നും സമ്മോഹം ഉണ്ടാവുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയാണ്, ഡൈലമേലായിത്തീരും നമ്മൾ. സമ്മോഹാത് സ്മൃതി വിഭ്രമ, ഇതിൽ നിന്നും നമുക്ക് ഓർമ്മക്കുറവൊക്കെ വന്നേക്കാം, ഉള്ള ഓർമ്മയൊക്കെ പോവും. സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, അങ്ങനെ സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശം ഉണ്ടാകും. ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ്. ബുദ്ധി ഇല്ലാണ്ടായി പോയാൽ നാശം വരും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയില് നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട് എന്നുകൂടെ ഈ തരുണത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു സന്യാസി ഉണ്ടായിരുന്നു അത്രേ. സന്യാസി ഒരു കാട്ടില്, വനാവനം കാട്ടില് ഒരാശ്രമത്തില് ഇങ്ങനെ കഴിയുകയാണ്. ആ ആശ്രമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രൂര മൃഗങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി അയാൾ ആശ്രമ പരിസരത്തൊക്കെ ഉണ്ടാവും. ഇത്ര പുലി, സിംഹം, ഇങ്ങനെയുള്ള ക്രൂര മൃഗങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ആ ആശ്രമത്തില് എല്ലാ കാട്ടു ജീവികളും ജീവജാലങ്ങളും സന്തോഷത്തോടു കൂടി, ഒരു വെറുപ്പോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും ഇല്ലാണ്ട് വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു അത്ര. അപ്പൊ ആ ആശ്രമത്തിലെ സന്യാസിയുടെ ആ ഗുണവിശേഷങ്ങളൊക്കെ 3 ലോകങ്ങളും അറിയാൻ തുടങ്ങി. അപ്പൊ ഇന്ദ്രന്റെ കാതിൽ ഇത് എത്തുകയാണ്. അപ്പൊ ഇന്ദ്രന് ഇങ്ങനെയായാൽ എന്റെ സ്ഥാനവും കൂടെ നഷ്ടപ്പെട്ടേക്കാം, ഇങ്ങനെ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ. ദേവന്മാരിലൊക്കെ രാജാവാണെന്ന് ഋഷി പണിയുണ്ടേ, 100 യാഗങ്ങളൊക്കെ ചെയ്യണമെന്നാ, ശതക്രതു എന്നാ പറയന്നെ ഇന്ദ്രന്. അപ്പൊ അതിലൊക്കെ കേമനായി കഴിഞ്ഞ പ്രശ്നമായില്ലേ. അപ്പോ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഈ ആശ്രമത്തിലേക്ക് വരികയാണ്. വരുമ്പോ ഒരു വാളും എടുത്തിട്ടാണ് വരുന്നത്, നല്ല മൂർച്ചയേറിയിട്ടുള്ള നല്ല ഒരു വാള്, സ്വർണം കൊണ്ടൊക്കെ വെച്ചോളൂ. അപ്പൊ ഇത് ഈ ആശ്രമത്തിലെത്തി ഒരു വേഷപ്രച്ഛന്നൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ സന്യാസിയുടെ അടുത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ താമസിക്കാം കുറച്ച് ദിവസം എന്നൊക്കെ സന്യാസി പറയുമ്പോൾ, ഞാൻ താമസിക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എൻ്റെ ഈ വാളുണ്ടല്ലോ, ഇത് ഞാൻ ദിവസം പൂജിക്കുന്നതാണ്, ദിവസം പൂജിച്ച് അതിന് ദീപാരാധനയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ പൂജാ റൂമിൽ ഇത് വെക്കണം ഇത് പറയാണ്. ഇവിടെ മൂർച്ചയേറിയ വാളാണ്. അങ്ങനെ സമ്മതിച്ചു, ഇത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയാ. അങ്ങനെ അവിടെ വെക്കുന്നു. ദിവസം ഈ സന്യാസി ഇയാൾ പൂജ കഴിയുമ്പോൾ ഇയാൾ ദീപാരാധനയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ സംഘാത് സഞ്ചായതേക്കാം, അതായത് സംഘം സത്സംഗം ഉണ്ടാവുമ്പോഴേ നല്ല സ്വഭാവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ആയുധം ഇങ്ങനത്തെ പറഞ്ഞാൽ വേണ്ടതൊക്കെ ചെയ്യാനൊക്കെ തോന്നിപ്പിക്കുള്ളൂ, സാഹചര്യം അങ്ങനെയാണ് എത്തിക്കുക. അപ്പൊ ഒരു ദിവസം ഈ സന്യാസി ചിന്തിച്ചു അത്രേ, ഈ വാളെടുത്തിട്ട് ഒന്ന് ഈ പുല്ലിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അവിടെ, ഇതുകൊണ്ടൊന്ന് വെട്ടി നോക്കിയാലോ പുല്ല്. അപ്പൊ പുല്ല് വെട്ടുമ്പോൾ വളരെ പെട്ടെന്ന് ആ പുല്ലൊക്കെ കട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ ചെടി ചിലതൊക്കെ വെട്ടി നോക്കിയാലോ, അപ്പൊ അതും വളരെ പെട്ടെന്ന് മുറിയുന്നു. പിന്നെ ഈ ഇതിന്റെ മൂർച്ചയും ഇതിന്റെ ഇതൊക്കെ കണ്ടിട്ട് ഈ സന്യാസിക്ക് തോന്നുന്നത് അവിടെ ഒരു മുയൽ ഇരിക്കുന്നുണ്ട്. ആ മുയലിന്റെ കഴുത്ത് വെട്ടുകയാണ്. അപ്പോ ഒരു സന്യാസി എന്ന് പറയുന്ന ഒരാള് എത്ര ഉദാത്തമായിട്ടുള്ള ചിന്തയാണ് വേണ്ടത്, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതാണല്ലോ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് സന്യാസിമാര് എടുക്കുന്ന വഴികൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള സന്യാസിയുടെ മനസ്സിലേക്ക് ഇത് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതാണ് പറയുന്നത്, ഈ നമ്മള് കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോട് ചേരണം എന്നാ പറയുക അല്ലെ. നമ്മള് നല്ല സത്സംഗം ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ചിന്തകളും നല്ല മനസ്സും ഒക്കെ ഉണ്ടാവൂ എന്നൊരു ഗുണപാഠവും കൂടിയാണ് ഇതെന്നും കൂടെ മനസ്സിലാക്കുക.